ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊടുപുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് കല്യാണം. ഞങ്ങൾ ഇന്ന് ഈവനിങ്ങേ പോവുകയാണ്. കാരണം ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ പോക്ക് നടക്കില്ല. ഇറങ്ങൽ ഇവിടുന്ന് ഒരു 3 മണിക്കൂറുണ്ട്. തൊടുപുഴ അറക്കുളം പള്ളി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തലേന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് പോകാൻ വേണ്ടിയാണ്. അപ്പം വരുന്ന വഴിക്കൊരു ചായയൊക്കെ കുടിച്ചു. ഈ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ചായ സ്നാക്സൊക്കെ ബാംഗ്ലൂർ ചെന്നാൽ ശരിക്കും മിസ് ചെയ്യും കേട്ടോ, സത്യം പറയാമല്ലോ. അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. റൂമൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. കാരണം വേറൊന്നുമല്ല, തൊടുപുഴ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. കൂടുതലും ഫിലിംസ് ഷൂട്ട് ചെയ്യുന്ന തൊടുപുഴ സൈഡിലൊക്കെയാണ്. നല്ല ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്ക് ഹോട്ടൽസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു റൂമൊക്കെ കിട്ടി. ഫാമിലി താമസിക്കാൻ പറ്റുന്ന അടിപൊളി റൂം തന്നെയാണ് കിട്ടിയത്. നല്ല ബാൽക്കണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നൊന്ന് ഫ്രഷായി ജസ്റ്റ് പുറത്തേക്ക് പോവുകയാണ്. ഫുഡൊക്കെ മേടിക്കണം, അതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് എന്താ നല്ലത് കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അത് അടുത്തൊരു കട ചോദിച്ചപ്പോൾ അവർ പറയുന്ന അടിപൊളി തട്ടുകടയുണ്ട്, അപ്പോൾ അവിടെ നല്ല ഫുഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് തട്ടുകട. ഞങ്ങൾ ഫുഡ് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ശരിക്കും ബാംഗ്ലൂരിൽ ചെന്നാൽ ഇങ്ങനൊരു സംഭവം മിസ് ചെയ്യും. നമ്മുടെ നാട്ടിലേക്ക് രാത്രി ഇറങ്ങി കഴിഞ്ഞാൽ അത് ചൂട് ദോശ, പൊറോട്ട, ഓംലെറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പോയാൽ അതൊക്കെ കിട്ടും. ഇപ്പോൾ ശരിക്കും ബാംഗ്ലൂർ ഇതൊക്കെ മിസ് ചെയ്യും കേട്ടോ. അങ്ങനെ റൂമിൽ വന്ന് കുഞ്ഞിനുള്ള സെർലാക്കിൻ്റെ പൊടി ഞാൻ വീട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കിടന്ന് രാവിലെ ഒരു കോഫി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റെഡിയായി മാരേജിന് പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ചർച്ചിലേക്ക് ഒരു അരമണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വേറൊന്നും അല്ല, വന്ന ആൾക്കാരെ കണ്ട് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇതാണ് ചെറുക്കനും പെണ്ണും. ചർച്ചിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പോൾ ചെറുക്കനും പെണ്ണും വന്ന് ജീപ്പിലൊക്കെ കേട്ടോ. അത് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അങ്ങനെ ചെറുക്കനും പെണ്ണും സ്റ്റേജിലൊക്കെ കയറി അവിടെ ഫോട്ടോ സെക്ഷനും കലാപരിപാടികളൊക്കെ നടന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ പോയി. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ പറഞ്ഞിറങ്ങി. ശരിക്കും ഞങ്ങൾ നാട്ടിലേക്കല്ല, ഇച്ചാൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇന്ന് പോവില്ല. ഇന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് പോകാൻ വേണ്ടിയാണ്. പോകുന്ന വഴിക്കൊരു കരിക്കുമ്പള്ളൊക്കെ കുടിച്ചു. ഞങ്ങൾ നേരത്തെ താമസിച്ച ഹോട്ടലിലേക്കല്ല പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് റൂംസ് ഒന്നും കിട്ടില്ല. അപ്പം ഒരു ദിവസത്തേക്കാണ് അത് കിട്ടിയത് കേട്ടോ. അപ്പം ഇനി തിരിച്ച് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ വേറൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തു. ഇത് അടിപൊളി ആംബിയൻസ്, നല്ല അടിപൊളി ഹോട്ടൽ, നല്ല ലൊക്കേഷനാണ് കേട്ടോ ഹോട്ടലൊക്കെ ഇരിക്കുന്നത്. ചുമ്മാ അല്ല, ഷൂട്ടിങ്ങിന് നല്ല സ്ഥലമാണ് പറയുന്നത് തൊടുപുഴ എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പം നല്ല അടിപൊളി റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല റൂമാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ട് അടിപൊളി റൂം തന്നെ കേട്ടോ. എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മാരേജിന് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സിൻ്റെ ഒരു ഷോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. രാവിലെ എനിക്കിതിലൊന്നും സമയമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. ഞങ്ങൾ 3 പേരും ഏകദേശം സെയിം ഡ്രസ്സൊക്കെ തന്നെ ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല. നല്ല രസം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ, തണുത്ത കാറ്റുമൊക്കെ കൊണ്ട്. വീഡിയോയിൽ കൂടെ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കത് പക്ഷേ അടിപൊളിയാട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ അവിടെ അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അടുത്ത് തന്നെയാണ് കേട്ടോ, മലങ്കര ഡാം എന്ന് പറയും. അതിൻ്റെ തൊട്ട് അടുത്ത പിള്ളേരുടെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് മലങ്കര ഡാം. നമുക്ക് വീഡിയോസ് ക്യാമറസിനോട് അലൗഡ് അല്ല. അപ്പം ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് പാർക്കിലേക്കാണ്. പാർക്കിൽ റൈഡേഴ്സിലൊക്കെ കയറി എൻജോയ് ചെയ്യാനുള്ള പ്രായമൊന്നും കുഞ്ഞിനായിട്ടില്ല. എന്നാലും ജസ്റ്റ് ചെറിയ ചെറിയ എന്തെങ്കിലും ഉണ്ട് അതിൽ നിന്ന് കയറ്റാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഇവിടെ പാർക്കിലാണെങ്കിൽ വലിയവർക്കും കയറാൻ പറ്റുന്ന റൈഡേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും കുറച്ചെണ്ണത്തിലൊക്കെ കയറി. പിന്നെ കുട്ടികൾക്കുള്ളത് കിഡ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല കേട്ടോ. അപ്പോൾ 1-2 റൈഡേഴ്സിലെ കുഞ്ഞിനെയും കയറ്റി അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായി, പിന്നെ അങ്ങ് മാറി കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്നു. നല്ല രസമാണ് കേട്ടോ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഡാം. പോകുന്ന വഴിക്ക് ഞങ്ങൾ ചെറിയ തട്ടിക്കറി ചായ കുടിക്കാമെന്ന് കരുതി. നമ്മൾ ഈ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ രാവിലെ ചായ കുടി, വൈകിട്ടൊരു ചായ കുടി, അതാണ് മെയിൻ പ്രശ്നം.
അങ്ങനെ റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡ് മേടിക്കണം. എനിക്ക് തോന്നുന്നു ഹോട്ടലിൽ എന്തോ റിസപ്ഷനോ അങ്ങനെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ മേടിച്ച് റൂമിൽ വന്ന് കഴിച്ചു. അങ്ങനെ നേരം വെളുത്തത് കുഞ്ഞ് നേരത്തെ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റ് വന്ന് അവളും എഴുന്നേൽക്കും. ഇത് എങ്ങനെ അറിയുവാണെന്ന് എനിക്കെന്നെ അറിയത്തില്ല കേട്ടോ. കുഞ്ഞിൻ്റെ അപ്പൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ രാവിലെ ബ്രഷും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. അങ്ങനെ അത്ര അങ്ങോട്ട് സുഖമായിട്ടില്ല. പക്ഷെ കുടിക്കാൻ കൊള്ളാമായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുഞ്ഞുങ്ങൾ കുറച്ച് നേരം ബാൽക്കണി ഇറങ്ങി നിന്നിട്ട് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഉമ്മ ചോദിച്ചാൽ പെട്ടെന്നൊന്നും തരത്തില്ല. ഭയങ്കര ഡിമാൻഡാണ്. ചില സമയത്തേ അത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റെഡിയായിട്ട് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ നോക്കി നോക്കി നടന്ന അടിപൊളി ഒരു തനി നാടൻ ചായക്കട കണ്ടു കേട്ടോ. അവിടെ ഞങ്ങൾ പാലപ്പവും കടലക്കറിയൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. നിങ്ങൾ വിചാരിക്കുന്നു ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ്. അല്ല കേട്ടോ, ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇനി പോകുന്ന ചേച്ചി, അതായത് ഈച്ചാൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ വീട് മൂലമറ്റോ ആണ്. ഞങ്ങൾ തൊടുപുഴ. അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണിത്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ കുഞ്ഞ് ഇസമരിയ. ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന സൂപ്പി, പൊന്നക്കോട്ട, അങ്ങനെ പല പല പേരുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഫുഡുമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇന്നിവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തിരുവല്ലയ്ക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂറുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാം കൊണ്ടും 2 ദിവസം അടിപൊളിയായിരുന്നു. പോകുന്ന വഴിക്കാട്ടോ ഞങ്ങളുടെ പള്ളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, സഹതാള പെരുന്നാളൊക്കെ ആയിട്ട്. അപ്പം വീട്ടിലേക്ക് വന്നു. ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ, താങ്ക് യു.